കർണകീയമ്മൻ ഹൈസ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥിയാണ്. സിനിമാ പിന്നണി ഗായകനും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റുമായ ശ്രീഹരിയുമായിട്ടുള്ള ഒരു അഭിമുഖം നടത്തുകയാണ് ഇവിടെ. ഇനി നമുക്ക് കുറച്ചു നേരം ശ്രീഹരിയെ പരിചയപ്പെടാം. ഹലോ ശ്രീഹരി, എത്ര വർഷമായി സംഗീതം തുടങ്ങിയിട്ട്? ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഒരു വർഷമായി ഞാൻ സംഗീതം പഠിക്കും. ആരുടെ കീഴിലാണ് സംഗീതം അഭ്യസിച്ചിട്ടുള്ളത്? ഞാൻ ഇപ്പോ ചെമ്പൈ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ആയിട്ടുള്ള സിന്ധുമണിന്റെ കീഴിലാണ്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് കോവിഡിന്റെ ലോക്ക്ഡൗണായിരുന്നു. അപ്പോ പഠനത്തിന് അത്ര പ്രശ്നമില്ല. കുഴപ്പമില്ലാണ്ട് പോകുന്നത് അവിടേക്ക് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ നമുക്ക് പോകാറുണ്ട്. ആ സമയം മാത്രം ചെറിയ ലീവ് എടുക്കും. പിന്നെ റിയാലിറ്റി ഷോയും മറ്റു സംഗീത വേദികളിലും നടത്താനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്കൂളുകളിൽ പോയിട്ട് ഇങ്ങനെ ഉദ്ഘാടന സമയത്ത് കുട്ടികളായിട്ട് കുറെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാവരും പരിചയപ്പെടാനും സാധിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാംസങ്ങളിൽ കുറെ പ്രകൃതിരമണീയമായ കാഴ്ചകളെല്ലാം കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. അത് ഞാൻ അവിടെ പാടിയിട്ടുള്ള ഒട്ടുമിക്ക ഗാനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളാണ്. പറഞ്ഞാൽ ഒരു കൈത്തുടി തളം പറ്റിയ പാട്ട് ഇഷ്ടമുള്ള കൈത്തുടി താളം തട്ടി നെയ് തകമേളമിട്ട് നെയ് മരച്ചെണ്ടും കൊണ്ടേ വാ പെങ്കിളി തൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കിട്ടി നെയ് മണിച്ചെണ്ടും കൊണ്ടേ വാ ആകിയോ കൈ തുടി താളം തട്ടി നെയ് തക തക മേളമിട്ട് നെയ് നിറത്തുണ്ടും കൊണ്ടേ വാ പെങ്കിളി തൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി നെയ് മണിച്ചെണ്ടും കൊണ്ടേ വാ ആകിയോ ഓ സംസ്ഥാന കലാകാരന്മാരുടെ സംസ്ഥാന കലോത്സവത്തിലെ ലളിതഗാനത്തിലും സംസ്കൃത ഗാനത്തിലും പങ്കെടുത്തു. അതിൽ ഗംഭീർ എനിക്ക് സംസ്ഥാനത്ത് മേഖലയിൽ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം അനുകരിക്കുന്ന ഗായകനായ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ